സ്മാർട്ട് ഫോണുകൾ നല്ലത് തന്നെയാണ്. എന്നാൽ ഇതിന്റെ അമിത ഉപയോഗം പലപ്പോഴും കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തലുകൾ. സോഷ്യൽ മീഡിയ അടക്കം ഈ കുട്ടികൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം അവരുടെ മാനസിക വെല്ലുവിളി തന്നെ അവർ നേരിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കേരള പോലീസിന്റെ കീഴിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ ഇത്തരം പ്രവണതകളിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് മികച്ച വിദ്യാർത്ഥികളാക്കാൻ, മികച്ച കുട്ടികളാക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകാനായിട്ട് നമ്മുടെ ജില്ലാ കലോത്സവ പ്രധാന വേദിക്കരികില് കേരള പോലീസിന്റെ ഒരു സ്റ്റാള് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ ഈ ഒരു മാനസികമായ പ്രശ്നങ്ങൾ, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം, ഇതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് എന്ന രൂപത്തിൽ ഒരു ക്വസ്റ്റ്യനെയറും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സർവേ പ്രകാരം അവർക്ക് സൗജന്യമായുള്ള കൗൺസിലിംഗ് ആണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ ലഭ്യമാക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പോലീസ് ഓഫീസേഴ്സിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൾ ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഡി അഡിക്ഷൻ സെന്ററിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് സാർ പറഞ്ഞു തരും. ഇത് സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയാണ്. സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. ഈ ചിരി എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ്. 94 97 900 200 എന്നുള്ളതാണ് ആ നമ്പർ. കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന്, പലതരത്തിലുള്ള മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുന്ന കുട്ടികളെ അതിൽ നിന്ന് റിലീസാക്കുന്നതിന് വേണ്ടി, അവരുടെ കാര്യങ്ങളെ തുറന്ന് സംവദിച്ച് അവരുടെ ആ സ്ട്രെസ് കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം ഗവൺമെന്റ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. അതിന്റെ ഭാഗമായാണ് ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററും പ്രവർത്തിക്കുന്നത്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഇപ്പോൾ കുട്ടികൾ, ഈ കോവിഡിന് ശേഷം നേരത്തെ പറഞ്ഞതുമാതിരി കുറേ കുട്ടികളും മുതിർന്നവരും ഏകദേശം എല്ലാവരും ഈ ഒരു ഓൺലൈൻ അഡിക്ഷന് വിധേയമാകുന്നുണ്ട്. ഏറെയും കുറഞ്ഞു. അപ്പോൾ കുട്ടികളാകുമ്പോൾ അത് വളരെ കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികൾക്ക് സൗജന്യമായ കൗൺസിലിംഗ് നൽകി അവരെ തിരികെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കേരളത്തിൽ 6 കമ്മീഷണറേറ്റുകളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മറ്റ് എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരു സൗജന്യമായ കൗൺസിലിംഗ് സെന്റർ, അവിടെ സൈക്കോളജിസ്റ്റ്, നല്ല വെൽ ക്വാളിഫൈഡ് ആയ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ സൈക്കോളജിസ്റ്റും അതുപോലെ ഒരു കോർഡിനേറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് സൗജന്യ കൗൺസിലിംഗ് നൽകുക വഴി അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, വളരെയേറെ കുട്ടികൾ കഴിഞ്ഞ 2-3 വർഷമായി തിരികെ എത്തിയിട്ടുണ്ട്. പഠനത്തിൽ പുറകോട്ട് പോകുന്ന കുട്ടികൾ, സോഷ്യൽ കോണ്ടാക്ട് കുറഞ്ഞ കുട്ടികൾ, അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾ, ചില കുട്ടികൾ സ്വയം ജീവൻ വെടിഞ്ഞ പോലും കുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ അങ്ങനെയുള്ള കുറേ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ യഥാർത്ഥ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം ഏകദേശം 10-12 മണിക്കൂർ, 13 മണിക്കൂറിലധികം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ സെന്ററിൽ വരുന്ന കുട്ടികൾ വളരെയേറെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കിട്ടാതിരിക്കുമ്പോൾ, ഓൺലൈൻ ചിലപ്പോൾ നെറ്റ് കിട്ടാതിരിക്കുമ്പോൾ, ഓൺലൈൻ ഉപകരണം കിട്ടാതിരിക്കുമ്പോൾ, അത് റീചാർജ് ചെയ്യാതിരിക്കുമ്പോൾ ഒക്കെ പലതരത്തിലുള്ള അക്രമാസക്തമാകുന്ന കുട്ടികളുണ്ട്. രക്ഷിതാക്കളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് യഥാസമയം നമ്മൾ അവരെ കണ്ടെത്തി ഇതേപോലുള്ള ഈ തെറാപ്പിയിലേക്ക് പോയാൽ, കൗൺസിലിംഗിലേക്ക് പോയാൽ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. തിരിച്ചു കൊണ്ടുവരുന്ന കുറേ ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ കണ്ണൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ ഇവിടെ ഒരുക്കിയത്. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയും. ഇവിടെ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത് അറിയാൻ സാധിക്കുമല്ലോ അല്ലെ? ഈ സ്റ്റാള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഇതേപോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലൊക്കെ ഇത്തരം ഒരു സ്റ്റാള് നമ്മൾ സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും അറിയുന്നില്ല, പല രക്ഷിതാക്കളും അറിയുന്നില്ല, ഇങ്ങനെയുള്ള സെന്റർ പ്രവർത്തിക്കുന്ന കാര്യം പല ആളുകളും അറിയുന്നില്ല. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റാള് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സിഗ്നേച്ചർ പോയിന്റ്, അങ്ങനെ എന്തോ സിഗ്നേച്ചർ വാള് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ യോദ്ധാവ് എന്നൊരു പദ്ധതി, നേരത്തെ പറഞ്ഞ സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായുള്ള പദ്ധതി, യോദ്ധാവ് എന്നുള്ള ലഹരിക്കെതിരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അതിലേക്ക് നമ്മൾ വിവരം പാസ് ചെയ്താൽ ആരാണ് വിവരം പാസ് ചെയ്യുന്നത് വളരെ രഹസ്യമായി സൂക്ഷിക്കും. ആ വിവരം കൈമാറിയ ആളെ ഒരു തരത്തിലും പുറത്ത് അറിയുന്ന ഒരു നിലയുണ്ടാവില്ല. കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിധേയമാകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ സ്കൂളിന് പരിസരത്തുള്ള അല്ലെങ്കിൽ പല ലഹരി ഉപയോഗിക്കുന്ന, ലഹരി വിൽപ്പന നടത്തുന്ന ചിലപ്പോൾ കണ്ണികളെ കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മൾ പോലീസ് അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ മുമ്പിൽ അവർ ചിലപ്പോൾ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിലേക്ക്, യോദ്ധാവ് എന്ന് പറയുന്ന നമ്പർ, നേരത്തെ ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. 99 95 96 66 66. അതാണ്
യോദ്ധാവ് എന്നുള്ള നമ്പർ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ ഞാനും യോദ്ധാവാകും എന്നുള്ള തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ വാളാണ് ഇപ്പം ബഹുമാനപ്പെട്ട അഡീഷണൽ എസ് പി, നമ്മുടെ ഈ സോഷ്യൽ പോലീസിങ്ങിൻ്റെ ജില്ലാ നോഡൽ ഓഫീസർ ശ്രീ അഡീഷണൽ എസ് പി, ഇപ്പോഴത്തെ അഡീഷണൽ എസ് പി ശ്രീ സജേഷ് വാഴാളപ്പിൽ സാറാണ്. സാർ ഇപ്പോൾ അല്പസമയം മുമ്പ് വന്നാണ് അവിടെ സിഗ്നേച്ചർ പതിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കുറേ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ്. അപ്പോ പലർക്കും അറിയണമെന്നില്ല, ഈ നേരത്തെ സാർ പറഞ്ഞതുപോലെ സ്മാർട്ട് ഫോൺ കിട്ടാതിരിക്കുമ്പോൾ പല കുട്ടികളും അക്രമാസക്തരാകുന്നു, ആത്മഹത്യാ പ്രേരണ കൂടുതലുള്ള കുട്ടികൾ ഉണ്ടാവുന്നു, അതുപോലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് 1-2 ലക്ഷത്തിലധികം കുട്ടികളെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിലൂടെ അത്തരം ഒരു പ്രവർത്തനം കേരള പോലീസ് ചെയ്യുന്നുണ്ട്. പലർക്കും അത് അറിയുന്നില്ല. യോദ്ധാവ് എന്ന നമ്പർ, നേരത്തെ സാർ പറഞ്ഞ നമ്പറിലേക്കോ ചിരിയുടെ നമ്പറിലേക്കോ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. എന്തായാലും മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണിത്. ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷരിമരാജൻ, കണ്ണൂർ വിഷൻ.